എന്തായിരുന്നു ആ ഒരു വേർഡ്? നല്ലൊരു ക്യാച്ച് ഫ്രേസ് തന്നുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ക്യാച്ച് ഫ്രേസ് എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടതിന് നമ്മൾ എന്തൊക്കെ പറയും? പടം കിടിലനായിരുന്നു, പടം പൊളിയായിരുന്നു, പടം എന്താ പറയണ്ടേ, ബ്രഹ്മാണ്ഡമായിരുന്നു, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ചൊരു സിനിമയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഡ്യൂൺ ടൂവിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നാണ് എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ആക്ട് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഫീലിംഗ് എന്തായിരുന്നു ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നുള്ളൊരു കാര്യം. വാവ്, എപ്പിക്. നമുക്ക് എപ്പിക് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി കിഡിലൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷത്തിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും എപ്പിക് ആയിട്ടുള്ളൊരു സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഡ്യൂൺ 2 എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. സോ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെയാണ് നഷ്ടം. റിവ്യൂ പോലും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ നമ്മൾ എന്താണ് ഡ്യൂൺ 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഒരു ഡയറക്റ്റ് സീക്വൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ എല്ലാ കൂട്ടുകാർക്കും എക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം ഡ്യൂൺ 2 പാർട്ട് 2 റിവ്യൂ. സോ ഇനി നമുക്ക് സ്പോയിലർ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. എവിടെയാണോ പാർട്ട് 1 എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നൊരു ഡയറക്റ്റ് സീക്വൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ട് 1 നമ്മൾ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ഈ ഒരു വേൾഡിൽ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൈസിസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ആൻഡ് ടിമിറ്റി ഷാലമയുടെ ക്യാരക്ടറും അമ്മയും എല്ലാവരും കൂടി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ആൻഡ് ഇനി എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കാണിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് സിനിമ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് ഡയറക്റ്റ്ലി ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ടിമിറ്റി ഷാലമയുടെ ആ ഒരു ക്യാരക്ടർ ഒരു കുട്ടിയിൽ നിന്ന് എങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിപ്പെടുന്നു, അതാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആദ്യത്തെ സിനിമയിലേക്ക് നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു ക്രൈസിസിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ അങ്ങനെയല്ല. ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ തടുത്തു നിർത്തി അതിനെയൊക്കെ അതിജീവിച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ അവർ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്മിങ് ഏജ് സ്റ്റോറിയാണ് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയുടെ എന്താ പറയേണ്ട ഒരു 70% പാർട്ട് 2 അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ ഒരു റെബല്യം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയുന്നുണ്ട്, പാർട്ട് 1 നിങ്ങൾ കാണാൻ ഡയറക്റ്റ് പാർട്ട് 2 കാണാൻ വൈകിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് റൂവാനാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവർ പാർട്ട് 1 എൻഡ് ചെയ്ത് അവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഈ ഒരു ക്യാരക്ടേഴ്സ് ഇവിടെ എത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ പാർട്ട് 1 കാണും, എന്നിട്ട് നേരെ പോയി പാർട്ട് 2 കാണുന്നത് എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം എന്താണെങ്കിലും ഈ ഒരു സിനിമ കണ്ടുകഴിയുമ്പോഴത്തേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഡെനിസ് വെലനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടർ എത്രയും കിഡിലനായിട്ടുള്ളൊരു ഫിലിം മേക്കർ ആണെന്നുള്ളൊരു കാര്യം തന്നെ പുള്ളിക്കാരൻ വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം പാർട്ട് 1 മുതൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പാർട്ട് 2 കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താണെങ്കിലും മനസ്സിലായി, ഇത്രയും കിഡിലനായിട്ടുള്ളൊരു ഫിലിം മേക്കറിനെ നമുക്ക് വളരെ ചുരുക്കം മാത്രമേ നമുക്ക് ഹോളിവുഡിൽ കാണാൻ കഴിയുള്ളൂ. അതിനകത്തൊരു വ്യക്തി തന്നെയാണ് ഡെനിസ് വാലനെ. ഇനി നമുക്ക് ഈ ഒരു സിനിമയെ പ്രത്യേകതയാക്കുന്ന മറ്റൊരു ആസ്പെക്ട്സിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല ക്യാരക്ടേഴ്സ്. ഒരു ലോഡ് ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ആക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പോകുന്നില്ല. നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ടിമിറ്റി ഷാലമയും സെന്തിയയും അവർ രണ്ടുപേരും കിഡിലനായിട്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ ആ ഒരു റൊമാൻസ് റിലേഷൻഷിപ്പ് അതിനകത്ത് നല്ല രീതിയിൽ തന്നെ അവർക്ക് എന്താണെങ്കിലും ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പൊതുവേ നമ്മൾ ഇങ്ങനത്തെ സിനിമയ്ക്കകത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവർ ജസ്റ്റ് ഒരു എന്താ പറയുക പേരിനൊരു റിലേഷൻഷിപ്പ് ആയിട്ട് അവർ ഇടാറുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കമ്മിങ് ഏജ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നല്ല രീതി ഓർഗാനിക്കലി അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഗ്രോ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർക്ക് ഈ ഒരു സിനിമയെ കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ആസ് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയറും ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യാനും സാധിക്കും. അതൊരു കിഡിലനായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നി. സോ രണ്ടുപേരുടെ പെർഫോമൻസും കിഡിലൻ തന്നെയാണ്. പിന്നെ റെബേക്ക ഫെർഗസൺ അതേപോലെ തന്നെ ഡേവ് ബാറ്റിസ്റ്റ അവരുടെ കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവരും കിഡിലനായിട്ടുള്ളൊരു റോൾസ് അവർക്കെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഓസ്റ്റിൻ ബട്ട്ലറിൻ്റെ വില്ലൻ്റെ ക്യാരക്ടർ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു കിഡിലൻ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വില്ലൻ്റെ ക്യാരക്ടറിനെയാണ് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മളെ കാഴ്ചവെച്ച് തന്നിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കിയാൽ ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു സിനിമയുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2.25 മണിക്കൂർ നമുക്ക് സിനിമ എന്താണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സീൻസ് അവർ കുറച്ചും കൂടി കട്ട് ചെയ്ത് ചുരുക്കിയത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെങ്കിലും ഉറപ്പാണ്
നമുക്ക് പാർട്ട് 3 നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ 2 സിനിമ എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ പടം നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, കാരണം ഇപ്പോൾ നമുക്ക് ഒത്തിരിയധികം സിനിമകൾ നമുക്ക് കിട്ടുന്നുണ്ട് 3 മണിക്കൂർ 3.5 മണിക്കൂർ എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെ. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അവർ ഒരിക്കലും വലിച്ചു നീട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എനിക്ക് ചില സീൻസ് അവർ കുറച്ചും കൂടി ടൈം കുറയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒറ്റൊരു കംപ്ലൈൻറ്റ് മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് തന്നെ. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ മേജർ ആയിട്ടുള്ള കാര്യത്തിലേക്കായിട്ട് നമുക്ക് കടക്കാം. എന്താണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഇതൊരു സൈഫൈ ആക്ഷൻ അഡ്വഞ്ചർ സിനിമ തന്നെയാണ്. സോ ആ ഒരു ജോൺറേക്ക് എന്താ പറയുക, ഒരു നല്ലൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണോ അല്ലെങ്കിൽ അതിനൊരു നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100% പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ആദ്യം നമുക്ക് ആക്ഷനിലേക്കാണ് നമുക്ക് നോക്കാം. ആക്ഷനെ കുറിച്ച് ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആക്ഷൻ്റെ സിനിമോട്ടോഗ്രഫി ആണെങ്കിലും അതവർ എക്സിക്യൂട്ട് ചെയ്ത രീതിയാണെങ്കിലും കുറേ എപ്പിക് ആയിട്ടുള്ള ബാറ്റിൽസ് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് അവർ പൊളിച്ചടുക്കിയിട്ടുമുണ്ട്. ഇനി നേരെ പറയേണ്ടത് വിഷ്വൽസും CGIയും കുറിച്ച് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു പടം എടുക്കുമ്പോഴത്തേക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വിഷ്വൽസും CGI എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. റീസെൻ്റ്ലി നമ്മൾ മാർവലിൻ്റെ ആണെങ്കിലും DCയുടെ ഒക്കെ ആണെങ്കിലും സൂപ്പർ ഹീറോ ഫിലിംസ് എടുത്ത് നോക്കിയാൽ ചില സിനിമകളുടെ CGI നല്ലതാണ്, ചില സിനിമകളുടെ കുറച്ച് നല്ലതായിരിക്കും, ബാക്കി മോശമായിരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള CGI നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എൻ്റെ മോനെ ചില സീൻസ് ഒക്കെ ഉണ്ട്, വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ വരുന്ന സീൻസ്, അതെല്ലാം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നഷ്ടമാണെന്നുള്ളൊരു കാര്യം തന്നെ. അതാണ് ഞാൻ പറഞ്ഞേക്കണം. മിനിമം 4DX അല്ലെങ്കിൽ നിങ്ങൾക്കൊരു IMAX കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ IMAX കാണാൻ സാധിച്ചില്ലായിരുന്നു. വീണ്ടും ഞാൻ കുറേ ശ്രമിച്ചായിരുന്നു. ഇന്ന് രാത്രിയും കൂടി ഞാൻ ഒന്നും കൂടി ഈ സിനിമ കാണാൻ പോകുന്നുണ്ട്. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ IMAX എന്തായാലും കാണുന്നത് തന്നെയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ IMAXൽ നമ്മൾക്ക്, അതായത് ഞാൻ പറയുവാണെങ്കിൽ അവതാറിന് ശേഷം ഇത്രയും നല്ലൊരു വിഷ്വൽസ് വന്നിട്ടുള്ളൊരു സിനിമ എനിക്ക് പേഴ്സണലി എനിക്ക് എന്താണെങ്കിലും ഡ്യൂൺ 2 ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള CGIയും വിഷ്വൽസും അതിൻ്റെ സിനിമോട്ടോഗ്രാഫറിന് നമ്മളൊരു എന്താ പറയുക ഹ്യൂജ് ക്ലാപ്പ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബിലീവബിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു കിഡിലൻ ആക്ഷൻ സൈഫൈ സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഡ്യൂണിൻ്റെ 2ാം പാർട്ടിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് എ സൂപ്പർ ഫിലിം. നിങ്ങൾ എന്താണെങ്കിലും തിയേറ്ററിൽ പോയി കാണുക തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഇനി വരാൻ പോകുന്ന സീക്വലിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ്. സ്റ്റാർ വാർസ് ഇനി കുറച്ചൊക്കെ പേടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഡ്യൂൺ വളർന്നു വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടോ? നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് ഈ സിനിമയുടെ ഏതായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ആൻഡ് നിങ്ങൾ ഈ സിനിമ എവിടെ പോയി ഏത് തിയേറ്ററിൽ പോയി കണ്ടു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.